ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും എഡ്യൂബ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ടതുപോലെ RRB NTPC യെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ RRB NTPC സംബന്ധിച്ച് ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രീവിയസ്ലി നമ്മുടെ ചാനലിൽ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പം വന്ന അപ്ഡേറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, NTPC 2024 ലേറ്റസ്റ്റ് അല്ലേ, ഇനി വരാൻ പോകുന്ന NTPC എക്സാമിനെ കുറിച്ചിട്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഓൾറെഡി ALP വിളിച്ചു, അതൊക്കെ നമുക്ക് അറിയുന്നല്ലേ. ALP വിളിച്ചു, ടെക്നീഷ്യൻ വിളിച്ചു, പിന്നെ JE വിളിച്ചു. ഓക്കെ, റെയിൽവേയുടെ സൈഡിൽ നിന്ന് ഈ എക്സാമുകളൊക്കെ വിളിച്ചു. അതുമാതിരി RPF വിളിച്ചു. ഓക്കെ, ഇങ്ങനെ സാധനങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത എല്ലാവരും കാത്തിരിക്കുന്ന NTPC ആണ്. സോ അതിന്റെ ഈ അടുത്ത് നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ അപ്ഡേറ്റ്സ് ഒക്കെ ആദ്യം കിട്ടാൻ വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ ചെക്ക് ചെയ്ത് മതി. അവിടെ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ്സ് ഒക്കെ ആദ്യം നിങ്ങൾക്ക് തരാൻ ഏറ്റവും എളുപ്പം എന്നുള്ളത് ടെലിഗ്രാമാണ്. സോ അവിടെ ജോയിൻ ചെയ്തേക്കുക. ഓക്കെ, സോ ലാസ്റ്റ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു, അതില് ടോട്ടൽ വാക്കൻസിനെ കുറിച്ചിട്ട് ഒരു അപ്ഡേറ്റ്, ഒരു കോൺഫിഡൻഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആയിരുന്നു. അത് വന്നിട്ടുള്ളത് മൊത്തം ടോട്ടൽ വാക്കൻസി എന്ന് പറയുന്നത് 10,884 വാക്കൻസീസ്. NTPC നമുക്കറിയാം ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട്, അതേപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട് അല്ലെ, +2 ലെവലും ഉണ്ട്, ഡിഗ്രി ലെവലും ഉണ്ട്. സോ അങ്ങനെ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മൊത്തം 10,884 വാക്കൻസി എന്നാണ് പറഞ്ഞിരുന്നത്. ആ വാക്കൻസിനെ സംബന്ധിച്ച ഒരു വീഡിയോ ആണ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലസ് നമ്മുടെ ടെലഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, ഇങ്ങനെ ഇത് ഓൾറെഡി നമ്മളുടെ ഇത് എന്താണെന്ന് വെച്ചാൽ റെയിൽവേ ഓൾറെഡി ഓരോരോ റെയിൽവേ റിക്രൂട്ട്മെന്റ് RRBകളോടും ഓരോരോ റെയിൽവേ സോണുകളോടൊക്കെ അവരുടെ നിലവിലുള്ള വാക്കൻസിനെ കുറിച്ചിട്ടൊക്കെ കുറെ കാലമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്രത്തോളം വാക്കൻസി ഉണ്ട് ഇതിന്റെ പുതിയ റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡീറ്റെയിൽസ് എല്ലാം കൂടി ഒരു കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ട് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് പല ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഷെയർ ആയി കിട്ടിയതാണ്. സോ അങ്ങനത്തെ നോട്ടീസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതനുസരിച്ചിട്ട് നമ്മളുടെ സദേൺ റെയിൽവേയിൽ വരുന്ന ചെന്നൈ RRBയിലും തിരുവനന്തപുരം RRBയിലും കൂടി ടോട്ടൽ നിങ്ങൾ കാണാം. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ്. ടോട്ടൽ എത്ര പോസ്റ്റാണ്? 819 പോസ്റ്റുകളാണ് മൊത്തം ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ചെന്നൈയിൽ 533, തിരുവനന്തപുരത്ത് 286, ഇങ്ങനെയാണ് വാക്കൻസി ഉണ്ടായിരുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്രയും വാക്കൻസികളാണ് ആ നോട്ടീസ് പ്രകാരം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പൊ വന്ന ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ വർഷത്തെ NTPC എഴുതിയ ആൾക്ക് അറിയാം, കുറച്ചൊക്കെ മാറും അങ്ങോട്ട്. NTPC എന്നല്ല, എന്ത് എക്സാം എഴുതുകയാണെങ്കിൽ നോട്ടീസ് ചെയ്യുന്ന സമയത്ത്, നോട്ടിഫിക്കേഷൻ ഇറക്കുന്ന സമയത്ത് ഒരു വാക്കൻസി ആയിരിക്കും. അത് കഴിയുമ്പോൾ കുറച്ച് കൂടും. ഇപ്പൊ ALP ഒക്കെ നമുക്ക് നോക്കി, ഏതാണ്ട് 3 ഇരട്ടി വാക്കൻസി കൂടി. വിളിച്ച സമയത്തുള്ളതിനേക്കാൾ 3 ഇരട്ടി വാക്കൻസി ALP ഒക്കെ കൂടിയിട്ടുണ്ട്. വാക്കൻസി കുറവാന്നുണ്ടെങ്കിൽ കൊടുക്കാണ്ടിരിക്കരുത് കേട്ടോ. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ കഴിഞ്ഞ NTPCക്ക് നമ്മൾ ഒരു കമ്പ്യൂട്ടർ അവയർനെസിന്റെ ഒരു PDF ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഒരു RRB എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു PDF. ഈ കാണുന്നതൊക്കെ കഴിഞ്ഞ തവണത്തെ NTPCക്ക് ചോദിച്ച ക്വസ്റ്റിനും അതേ ക്വസ്റ്റ്യൻ നമ്മളുടെ PDF ഉള്ളതുമാണ് കേട്ടോ. സോ ഇതൊക്കെ അതാണ്. പേജ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 6, പേജ് നമ്പർ 24. കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി നമ്മൾ ഒരു PDF ഇറക്കിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ അവയർനെസ്സിന് ഫുൾ മാർക്ക് കിട്ടാൻ പാകത്തുള്ള ഒരു PDF ആണ്. അപ്പൊ ആ ഒരു PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് ആ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, സോ കഴിഞ്ഞ വർഷത്തെ കുറച്ച് അപ്ഡേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു PDF ആണ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു 10 സെറ്റ് ക്വസ്റ്റ്യൻസുകൾ, 50 എണ്ണം വെച്ചിട്ട് 10 സെറ്റ്, മൊത്തം 500 ക്വസ്റ്റ്യൻസിന്റെ വേറൊരു PDF കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ അത് നോക്കുക. നിങ്ങൾ NTPC പോലത്തെ RRB എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ചെക്ക് ചെയ്ത് പോകും കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രീവിയസ് ഇയർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് വരാം. ഇത് എന്ന് പറയുന്നത് പത്രത്തിൽ വരും ദിവസങ്ങൾ വരാൻ പോകുന്ന NTPCയെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. അതിന് ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നോട്ടീസ് സൈഡിൽ എഴുതാം. 14/9/2024, അതായത് സെപ്റ്റംബർ അല്ലെ, സെപ്റ്റംബർ 14-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങാം. അപ്ലൈ ചെയ്ത് തുടങ്ങാം. പ്ലസ് അത് ഏത് വരെ? 13/10 വരെ. ഓക്കെ, 13/10 വരെ നിങ്ങൾക്ക് ആ ഓൺലൈൻ ആപ്ലിക്കേഷൻ, ഒരു മാസം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങാം. ടോട്ടൽ വാക്കൻസീസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കാം. മൊത്തം ഇവിടെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പേ ലെവൽ, ഇനീഷ്യൽ പേ, ടോട്ടൽ വാക്കൻസീസ് അളവ് RRB എന്ന് പറഞ്ഞിട്ട് ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് മൊത്തം ഇവിടെ നോക്കാം കേട്ടോ. 8,113 വാക്കൻസിയും, അതേപോലെ അണ്ടർ ഗ്രാജുവേറ്റുകൾക്ക് മൊത്തം
3445 വേക്കൻസിയാണ് മൊത്തത്തിൽ ഇവിടെ RRB പറയുന്നത്. ഓക്കെ, ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം കേട്ടോ. ഇവിടെ ഇപ്പൊ പറഞ്ഞിരുന്ന എത്രയായിരുന്നു 3404 7479 എന്നായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത്. 7479 എന്നുള്ളത് ഇപ്രാവശ്യം എത്രയായിട്ടുണ്ട്? ഇപ്പൊ നോട്ടീസ് വന്നപ്പോ എത്രയായിട്ടുണ്ട്? 8113 എന്നായിട്ടുണ്ട്. പ്ലസ് ഇവിടെ മറ്റേത് മാറി അല്ലെ, 8113 പിന്നെ 3445 ആയിട്ടുണ്ട്. പഴയതിൽ എത്രയായിരുന്നു? 3400 അല്ല, 3404 ആയിരുന്നു. അത് കുറച്ച് കൂടിയിട്ടുണ്ട്, 445 എന്നായിട്ടുണ്ട്. മൊത്തത്തിൽ എത്ര വേക്കൻസി ഉണ്ട്? 11,000 കൂടുതൽ വേക്കൻസീസ് അല്ലെ, 8,500 പരം വേക്കൻസീസ് നമുക്ക് ഇപ്പൊ നിലവിൽ RRB NTPCക്ക് ഉണ്ട്, +2 ലെവലും ഡിഗ്രി ലെവലും കൂടി കമ്പൈൻ ചെയ്തിട്ട്. ഇനി ഇതിൽ പറഞ്ഞൊരു കാര്യം ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. എന്താണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്? ശരിക്കും ഒന്ന് 18-30, ഒന്ന് 18-33 ആണ്. ഓക്കെ, ഇനി ഇത് റിലാക്സേഷൻ ഉണ്ട്. നമുക്കറിയാം കോവിഡ് കാരണം ഈ വർഷം നടക്കുന്ന എല്ലാ RRB എക്സാമുകൾക്കും ഒരു 3 വർഷം റിലാക്സേഷൻ ഉണ്ട്. സോ ആ റിലാക്സേഷൻ പ്രകാരം +3 എന്നാക്കിയിട്ടുണ്ട്. അപ്പോ +2 ലെവലാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് +2 ലെവൽ NTPC നിങ്ങൾ എഴുതുന്നെങ്കിൽ 18-33 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാം. ഡിഗ്രി ലെവലാണെങ്കിൽ 18-36 വരെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, വേറെ ഒരു എക്സ്ട്രാ റിസർവേഷൻ ഒന്നും എടുക്കാണ്ട്. പ്ലസ് ഇതിന് പുറമെ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് OBC ആണെങ്കിൽ 3 വർഷം, SC ST 5 വർഷം, അങ്ങനെയൊക്കെ ഓരോ വേക്കൻസീസ് ഉണ്ടല്ലോ, ഓരോ റിലാക്സേഷൻ ഉണ്ടല്ലോ. ആ റിലാക്സേഷൻ ഒക്കെ നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറ്റി പറഞ്ഞത്. അപ്പൊ ഈ മാസം 14-ാം തീയതി മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ സാധനം വന്നിട്ടുണ്ട് RRB NTPC. നിങ്ങൾക്ക് ഓൾറെഡി പിന്നെ എപ്പോൾ എക്സാം നടക്കും എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. കാരണം ഈ വർഷം പ്രതീക്ഷിക്കേണ്ട എന്തായാലും അടുത്ത വർഷമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അത്യാവശ്യം നല്ല പോസ്റ്റുകളാണ്, അത്യാവശ്യം നല്ല പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്ന, ഇനീഷ്യലി കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോസ്റ്റുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന പോസ്റ്റുകളാണ് RRB NTPCയിൽ വരുന്നത്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാം ചില എക്സാമുകൾ CBT 1, CBT 2 ഉണ്ട്, 2 എക്സാം ഉണ്ട്. ചിലത് മാത്രം അത് കഴിഞ്ഞ പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ അങ്ങനെ പോകും. പിന്നെ ചില പോസ്റ്റുകൾക്ക് മാത്രം ടൈപ്പിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ സൈക്കോമെട്രിക് ടെസ്റ്റ് അങ്ങനെ സാധനങ്ങൾ ഉണ്ടായാലും ഡീറ്റെയിൽ ആയിട്ടൊക്കെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് പറയാം കേട്ടോ. സോ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആൾക്ക് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം, നന്നായിട്ട് പ്രിപ്പറേഷൻ പോട്ടെ. പ്ലസ് നമ്മളുടെ ബുക്കിനെ കുറിച്ച് മറക്കണ്ട, PDF ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാം. NTPC ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കുക കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ.